ഹലോ ഫ്രണ്ട്സ്, ഇതേ ഇവളെന്താണ് ഈ പരമ്പൊക്കെ ആയിട്ടെന്നല്ലേ. ഈ പരമ്പും ഇതേ നമ്മുടെ ചാക്കൊക്കെ ആയിട്ട് വലിയൊരു പണിയുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഞാൻ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നല്ല സെറ്റായിട്ട് വന്നതാണ്. അപ്പോൾ ഉണ്ട് നമ്മുടെ വണ്ടി ചതിച്ചേ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും വലിയമ്മ പറഞ്ഞ് ഒരുങ്ങി പുറത്ത് നിൽക്കുകയല്ലേ, വെയിലൊക്കെ കൊണ്ട് അങ്ങനെ നിൽക്കല്ലേ, അപ്പോൾ ഈ മുളക് ഒന്ന് വെയിലത്തിട്ടിട്ട് പോകാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ വെയിലത്ത് മുളക് ഇടുന്നതാണ് വലിയമ്മ. മുളക് തുടച്ചൊക്കെ വൃത്തിയാക്കി നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വെയിൽ സംഭവം വെള്ളത്തിൽ കഴുകണമെന്നൊന്നുമില്ല, മുളക് ചിലർ കഴുകും കേട്ടോ. ഞങ്ങൾ തുടച്ച് തന്നെ എടുക്കൽ, വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് എടുക്കൽ കേട്ടോ. അങ്ങനെ എടുത്താലും മതി. പിന്നെ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞ് ദേ കടയിലൊക്കെ പോയിട്ട് വന്ന് എല്ലാം കൂടി എടുത്ത് അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞെടുക്കണുണ്ട് കേട്ടോ. തണ്ട് വെയിലത്തിട്ടിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതങ്ങോട്ട് ഇളകി പോരും. മറ്റേത് പിച്ചാത്തി കൊണ്ട് പിടിച്ച് കൈയൊക്കെ നീറി പണ്ടാരം അടങ്ങി പോകും കേട്ടോ. അതിനെക്കാട്ടിൽ ഇതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു മുളകിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കണ കാശ്മീരി മുളകിന് നല്ല കളർ കിട്ടും, എരിവ് കുറവാണ്, സംഭവം ശരിയാണ്. പക്ഷേ എനിക്കെന്തോ ഇങ്ങനെ മുളക് പൊടിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം എനിക്കത് അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. കുറച്ച് എക്സ്ട്രാ കളറൊക്കെ ആഡ് ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട് കിട്ടാം. അപ്പം ഞാനിത് മിക്സിയിലാണ് പൊടിച്ചെടുക്കണത്. നിങ്ങൾക്കിപ്പോൾ മില്ലൊക്കെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോയിട്ട് പൊടിച്ചെടുക്കാം. 10-30 റുപ്യ ആവുള്ളൂ, മായം ചേർക്കാത്ത നല്ല ഒറിജിനൽ സാധനം കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലുള്ള